ഹലോ വെൽക്കം ടു Finnychayans വേൾഡ്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫുമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു എണ്ണയാണ്. പക്ഷേ നമ്മളെല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടി ഭയങ്കര മടി പിടിച്ചിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്, ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന എണ്ണയാണ്. ആ എണ്ണ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ? അത് കാണാൻ റെഡിയല്ലേ? അപ്പോൾ നമ്മളിന്ന് തേങ്ങ കൊണ്ടുള്ളൊരു എണ്ണ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി വെന്തെണ്ണ എന്ന് പറയുമ്പോൾ ഉരുക്കെണ്ണ, കോക്കനട്ട് വിർജിൻ ഓയിൽ, അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി വേറെ പേരുകളും കാണുമായിരിക്കും നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ. ഇത് ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു ഓയിലാണ്. കൊച്ചു പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ്. ഞങ്ങളുടെ 2 പിള്ളേർക്കും ഞങ്ങൾ ജനിച്ചപ്പം തൊട്ട് ഉപയോഗിക്കുന്ന എണ്ണ ഈ ഇതാണ്, വെന്തെണ്ണ എന്ന് പറയുന്ന ഈ എണ്ണയാണ്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതിന് വേണ്ടിയാണ് ഞാൻ 4 തേങ്ങയാണെങ്കിൽ തിരുമ്മി വെച്ചേക്കുവാണ്. അത് നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതെടുത്ത് നമുക്കിങ്ങനെ എല്ലാ തേങ്ങയും ഇങ്ങനെ മിക്സിക്കകത്തിട്ട് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കണം. ഒറ്റ ട്രിപ്പിലൊന്നും അടിച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് കൈകൊക്കെ നല്ല ശക്തി ബലം ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് മിക്സിക്കകത്ത് അടിക്കാതെ കൈ കൊണ്ട് പിഴിഞ്ഞ് ഈ തേങ്ങാപ്പാലൊക്കെ എടുക്കാം. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വീട്ടിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്കതൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സിക്കകത്തിട്ട് കുറേശ്ശെ ഇട്ട് വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ അടിച്ചെടുക്കുകയാണ്. നമുക്കത് പാലെടുക്കാൻ വേണ്ടിയാണ്. അടിച്ച തേങ്ങ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുകൊണ്ട് നമുക്ക് എല്ലാം തേങ്ങ ഇങ്ങനെ അടിച്ചടിച്ച് നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. എന്നിട്ട് വേണം നമുക്കത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി. അതായത് മിക്സി ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി. ഇതേ രീതിയിലാണ് അടിച്ചു വരേണ്ടത്. ഇതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്ക് ഇങ്ങനെ എൻ്റെ ഭാര്യ അവിടെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ തേങ്ങ അത് പിഴിഞ്ഞ് അതിനകത്ത് പാല് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ബാക്കി വരുന്ന തേങ്ങ ഒന്നും കൂടെ മിക്സിയിലിട്ട് ആ പീര നമ്മൾ ഒന്നുകൂടെ ഒരു പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനെ നല്ലവണ്ണം അത് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ നല്ലോണം അത് പിഴിഞ്ഞ് എടുക്കുക. ഇത് നമ്മൾ ആക്ച്വലി നമ്മുടെ മുഖത്ത് പുരട്ടാൻ, നമ്മുടെ ദേഹത്ത് പുരട്ടാൻ എല്ലാം നല്ല ഒരു ഓയിലാണ്. നല്ലൊരു സ്മെല്ലുമാണ് ഈ ഓയിലിനുള്ളത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമുക്ക് അരിച്ചെടുക്കാം. കാരണം അത് ശരിക്കും അരിച്ചത് അതിൻ്റെ ആ പീരയെല്ലാം മാറ്റി വേണം എടുക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ വരാത്തതെല്ലാം നമ്മളിങ്ങനെ ഈ അരിപ്പിക്കകത്തോട്ട് അരിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ റെഡി ആയിരിക്കുകയാണ്. ഈ തേങ്ങാപ്പാലിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞങ്ങളിവിടെ മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ 24 മണിക്കൂറാണ് നമ്മളിതിനെ ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണ് ഇത് കണ്ട്. ഇപ്പം അതിൻ്റെ വെള്ളം ഏറ്റവും അടിയിലും അതിൻ്റെ തേങ്ങ എന്തൊരു പറയുന്നത് ആ സാധനം മേളിലും കയറി വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ മേളിലിങ്ങനെ കട്ടയായിട്ടിരിപ്പുണ്ട്. ഞാനൊരു തവി വെച്ച് പതുക്കെ ഇങ്ങനെ എടുക്കുകയാണ്. കണ്ടോ, വേറെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് നല്ല ഐസ്ക്രീമിൻ്റെ പോലെയാണ് തോന്നുന്നത്. ഇനി ഇത് നമ്മൾ ഉരുക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇത് മാറ്റിയിരിക്കുകയാണ്. ഇത് നമ്മൾ എല്ലാം അതിനകത്തുള്ള എല്ലാം എടുത്തിട്ട് വെള്ളം ഒഴിയോ ബാക്കിയെല്ലാം നമ്മളിപ്പം ഇതിനകത്തോട്ട് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ ഗ്യാസ് കത്തിച്ച് ആ പാത്രം നമ്മൾ അടപ്പിൽ വെച്ച് പതുക്കെ ഉരുക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ച് ചെറിയൊരു തണുപ്പുള്ളത് കൊണ്ട് ആദ്യം ഇത്തിരി പാടായിരിക്കും ഇളക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ സൈഡിലത്തെ ഉള്ള എല്ലാം മാറ്റി നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഇളക്കണം, തീ കുറച്ചായിരിക്കണം. ഇതിങ്ങനെ ഇങ്ങനെ തിളച്ച് ഇത് പതുക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. പതുക്കെ ഇങ്ങനെ ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓയിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇനി നമുക്കൊരു 10-20 മിനിറ്റ് പണിയേ ഉള്ളത്. ഇനിയിപ്പോൾ ഇത് മൂത്ത് വരണം. ഒരു ബ്രൗൺ കളർ ആകുന്നതാണ് ഇതിൻ്റെ പരുവം. പതുക്കെ നമുക്കത് വരുന്നത് നോക്കാം. നമ്മൾ സൂക്ഷിച്ചോളം ദേഹത്തോട്ടൊന്നും പൊട്ടിത്തെറിക്കാതെ ഇത് നമ്മൾ ശരിക്കും സൂക്ഷിച്ച് ചെയ്യുക. കണ്ടില്ലേ, എണ്ണ തെളിഞ്ഞ് വരുന്ന കണ്ടില്ലേ, പാല് സെപ്പറേറ്റ് ആവുന്നു, എണ്ണ തെളിഞ്ഞ് വരുന്നു. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുന്നതാണ് ഇതിൻ്റെ പരുവം. അതുകൊണ്ട് ഇങ്ങനെ ഇത് നല്ല ഇതായിട്ട് വരികയാണ്. എണ്ണ നല്ലോണം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ വരുന്നത്. നല്ലൊരു വാസനയാണ്. ഇപ്പോൾ അത്യാവശ്യം ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എണ്ണ ഏകദേശം റെഡിയാകുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കി നിങ്ങളൊന്ന് പുരട്ടി നോക്കും. ഇതിലായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കടയിൽ പോയി ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണിത്.
ദേ നമ്മുടെ എണ്ണ റെഡി ആയിരിക്കുകയാണ്. ആ എണ്ണ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. അരിക്കുമ്പോൾ ആ വരുന്ന ബ്രൗൺ സാധനം കണ്ടോ, അതൊന്നും കളയേണ്ട കാര്യമില്ലല്ലോ. അത് നമുക്കൊരു സ്ക്രബായിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇത് അരിച്ചെടുത്തിട്ട് അതുകൊണ്ട് പിന്നെയും അതിനകത്ത് കരടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വെള്ളത്തുണി വെച്ച് വീണ്ടും നമുക്ക് അതിനൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഒരു കരടുമില്ലാതെ നമുക്കത് ലഭിക്കും. നിങ്ങളിത് ഇതുവരായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എന്നോട് പറയണം ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങൾ അതിരായിട്ട് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇഷ്ടപ്പെട്ടല്ലോ. താങ്ക് യു സോ മച്ച്.